ഹേയ് ഗൈസ്, നമ്മൾ എങ്ങോട്ടാണ് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാവിലെ എണിച്ച് നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ ഒരു പൂജയും കാര്യങ്ങളുണ്ട്. നമ്മുടെ വകയായിട്ടാണ് പൂജ കാര്യം നടക്കുന്നത്. അപ്പോൾ രാവിലെ പോകണം. എപ്പോഴാണെങ്കിൽ ഇൻട്രോ എടുക്കാൻ ഞാൻ വിട്ടുപോയി. നിങ്ങൾ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ? അറിയാമോ അറിയാമോ എങ്ങനെ അറിയാം? നമ്മളെ ഫോളോവറാണ്. കാണിച്ചു അല്ല, നാളെ നിങ്ങൾക്ക് പറ്റിയ ആളെ ഇവിടെ ഗൈസ്. അങ്ങനെ പെട്രോൾ അടിച്ച് നമ്മൾ നേരെ പൊക്കോണ്ടിരിക്കണം. ഞാൻ എന്തൊക്കെ വേവളിത്തരം കാണിക്കുന്നുണ്ട്. പിന്നെ ഇത് പുതിയ വ്ളോഗ് ചാനലായതുകൊണ്ട് നിങ്ങൾക്ക് സഹിച്ചേ പറ്റുള്ളൂ. ഇങ്ങനത്തെ ചെറിയ 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 കിളിത്തനൊക്കെ ഞാൻ കാണിക്കും ഗൈസ്. ഇവനാണ് നമ്മളെ പടക്കുതിര. ഇവനെ 100 രൂപയ്ക്ക് പെട്രോൾ അടിച്ച് കഴിഞ്ഞാൽ ഇവൻ 40 കിലോമീറ്ററൊക്കെ ഓടും. അനന്തിൻ്റെ അതിൽ പോലും ഓടും. എന്നാലും ഒരു ഉദ്ദേശം വരെ എത്ര കിലോമീറ്റർ ഓടും? പോടാ. അതുകൊണ്ട് ഞാൻ എവിടെ പോയാലും ഇവനെ കൊണ്ടേ പോകുള്ളൂ. എൻ്റെ അവിടെ അടുത്തുണ്ട് ഭയങ്കര പെട്രോൾ കൂടിയാണ്. ഡ്യൂക്ക് എന്നാണ് പേര്. ഇവനെ അപ്പോൾ കുഴപ്പമില്ല, നമ്മളെ കൈക്ക് ഒതുക്കും. ഏതാണിത്? അതെ, അവൻ സുഖിയാണ് ഓടുന്നത്. പിന്നെ നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല. ഇൻട്രോ പറഞ്ഞല്ലേ, കുടുംബക്ഷേത്രമുണ്ട്. അവിടെ ചെറിയ പൂജയും കാര്യങ്ങളുണ്ട് നമ്മളെ വകയായിട്ട്. അപ്പോൾ അങ്ങനെ ഇവിടെ എത്തി. ബാക്കി വിശേഷങ്ങൾ ചെറിയൊരു മിനി വ്ളോഗായിട്ട് കാണിച്ചു. ഗൈസ്, ഇതാണ് നമ്മുടെ കുടുംബക്ഷേത്രം. പക്ഷെ ഇവിടെ ഞാനൊരു കാര്യം പറഞ്ഞു, നമ്മൾ ഏത് ക്ഷേത്രത്തിൽ പോയാലും ഇവിടെ വന്നൊരു കുറച്ച് നേരം നിൽക്കിയപ്പോൾ ഒരു എന്താ പറയുക, ഒരു മനസ്സിനകത്തൊരു കുളിർമയുണ്ട്. എന്നുവെച്ചാൽ ഒരു പ്രത്യേക ഫീലാണ്. പിന്നെ അനന്തോടെ ക്യൂട്ട്നെസ് മെരുകി വീഴുന്നുണ്ട്. വേറെ ഒന്നുമല്ല, അവിടെ മറ്റേ കോവിൽ ദീപാവലി സമയം വരുമ്പോൾ മണി അടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നതാണ്. അവൻ്റെ എക്സ്പ്രഷനും ഭാവം കണ്ടു കഴിഞ്ഞാൽ വേറെ എന്തോ പണിക്ക് നിൽക്കുന്നവരാണ്. ഇത് ഇപ്പം തന്നെ നമുക്ക് കഴിക്കാം. നമ്മൾ ഒരെണ്ണം എടുക്കുന്നു. പുതിയ വീഡിയോ എടുക്കാൻ ലൈക്ക് അടി. ഇതിനെ മിസ് നന്ദു 3 മണിക്കൂറുണ്ട് 6 ലൈക്ക്. ഇത് നമ്മൾ കത്തിക്ക് വീഡിയോ. സപ്പോർട്ടെന്നൊക്കെ പറഞ്ഞതാണ് സപ്പോർട്ട്. ലൈക്ക്, ഷെയർ, സബ് എല്ലാം അടിച്ചോട്ടെ. കമൻ്റ് കിട്ടോ? അടിപൊളി എന്ന് പറയാം. ഗൈസ്, നമ്മുടെ ട്രെൻഡ്സിലെ സ്റ്റോർ മാനേജറാണ്. ട്രെൻഡ്സ് ഇടേ ബ്ലോഗ് വരി കേട്ടോ, നാട്ടുകാർ കാണും. ഒന്നുകൂടെ കാണിക്കും. ഫ്രീ പ്രൊമോഷനാണ്. നീ എ സ്റ്റോർ നിൽക്കണേ? എ സ്റ്റോർ വഴുത കട അല്ല, 4ാം സ്റ്റോർ സ്റ്റോർ മാനേജറാണ് ട്രെൻഡ്സിൻ്റെ. എന്നിട്ടാണ് ഈ കുളിസിത പ്രവൃത്തികൾ കാണിക്കുന്നത്. ഗൈസ്, നിങ്ങളിപ്പോൾ സ്കെച്ച് തെച്ചു. നമ്മളെ ഫോളോവറിന് വേണ്ടി എന്തെങ്കിലും പറഞ്ഞോളൂ. എന്തോന്ന് ഇത് എനിക്ക് ഞാൻ കാവടിക്ക് ഒരു നേരം മാത്രമേ നല്ല കഴിക്കുള്ളൂ. അതുകൊണ്ട് എനിക്ക് പ്രശ്നം കഴിക്കും. അങ്ങനെ കൊണ്ട് നീ അവിടെ എന്തിനു കാണിച്ചു? മറ്റേ വീണ സാധനം വെച്ചിട്ട് അവിടെ ഇട്ടിട്ട് ഓടുന്നുണ്ട് കൈ വിടണം പറഞ്ഞിട്ട്. ഇതാണ് നമ്മുടെ നാഗർകോവിലെ കുമാര ചേട്ടൻ. വലിയ പുള്ളിയാണ്. ഇതുവരെയായിട്ട് കല്ലും കഴിച്ചിട്ടില്ല. നല്ല നിഷ്കള നല്ല കാണാൻ ഭയങ്കര പെന്തച്ചങ്ങളുണ്ടെങ്കിൽ ചേട്ടനെ സമീപിക്കേണ്ടതാണ്. നാഗർകോവിൽ കുമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകം മൊത്തം അറിയും. 19 വയസ്സായതുള്ളൂ, കുഴപ്പമില്ല. ഫോട്ടോ ഉണ്ട്. എത്ര പിള്ളേരെ ക്രഷ് അടിച്ചത് ഈ ഫോട്ടോ ഇട്ട് പിള്ളേര് ക്രഷ് അടിച്ചില്ലേ? ഇതൊക്കെ ഫോട്ടോ കിട്ടി. അടുത്ത സ്റ്റോറി ഫീസ് എത്ര കാണും ഇവിടെ? 2000 മാക്സിമം 3000. എല്ലാവരും കണ്ടിന് മതി. ഗൈസ്, അങ്ങനെ നമ്മുടെ കുടുംബക്ഷേത്രത്തിലെ പരിപാടി കഴിഞ്ഞു. പിന്നെ അനന്തിന് കുറച്ച് അവൻ പുതിയ കണ്ടന്റും കാര്യങ്ങളും തുടങ്ങി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവന് കുറച്ച് വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. ബാക്കി നമ്മൾ അവിടെ നിന്ന് കാണിച്ചിട്ടുണ്ട്. ഗൈസ്, അങ്ങനെ നമ്മളിതാ എവിടെ നല്ല വെയിലുണ്ട്. അനന്തുവിൻ്റെ ഡാൻസ് എടുക്കാൻ വേണ്ടി നമ്മൾ ഇത് സ്ഥലത്തിൻ്റെ പേരെന്താ ഗൈസ്? ഡാൻസ് എടുക്കാൻ വന്നപ്പോൾ ഡ്രസ്സ് എടുക്കാൻ പറഞ്ഞു. മണ്ടൻ എല്ലാം സെറ്റ് വെച്ചു. ഡാൻസ് എടുക്കാൻ വേണ്ടി വന്നപ്പോൾ ഡ്രസ്സും എടുത്തില്ല. മറ്റേ പവർ ബാങ്ക് ഉണ്ടല്ലോ, ഫോണിൽ ചാർജും ഇല്ല, എടുത്തില്ല. ഇനി മിക്കവാറും വീട്ടിൻ്റെ അവിടെ എവിടെയെങ്കിലുമൊക്കെ പോയി കളിക്കാം. ക്ഷമിക്കൂ. എന്നാലും മണം തന്നല്ലേ ഇവ എന്തിനൂടെ വന്നത്? ഗൈസ്, നല്ല കിഡിലെ സ്പോട്ടാണ്, പറയാതിരിക്കാൻ വയ്യ. കണ്ടോ, നല്ല കിഡിലെ സ്പോട്ടാണ്. ഇത് മറ്റേ കരമനയാണ് സ്ഥലം പറഞ്ഞു. പക്ഷേ എനിക്ക് സ്ഥലത്തിൻ്റെ പേര് എനിക്ക് അറിഞ്ഞൂടാ. കരമന അവിടെ എവിടെയാണ്? നിങ്ങൾ വരെയാണെങ്കിൽ ട്രിവാൻഡ്രത്തുള്ളവരാണെങ്കിൽ കരമന വന്നേക്ക്. ഈ മാനവീയം കിട്ടില്ല എന്ന് വെച്ചാൽ കപ്പിൾസിനെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നമുക്ക് അവിടെ ഇരിക്കാം. അവിടെ കുറേ ഇരിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ മാനവീയം പോലെയൊക്കെ അടിപൊളിയാണ് കേട്ടോ, സെറ്റ് നല്ല സ്ഥലം. നമ്മളിതിരി വൈകിപ്പോയി. എന്തായാലും ആരെങ്കിലുമൊക്കെ അറിഞ്ഞോടത്തായിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ മതി. നല്ല സ്പോട്ട് ഇതൊക്കെ ഇരിക്കാം. എന്താ
നല്ല വ്യൂ ഗൈസ്, ഒരു രക്ഷയെടുത്തുണ്ട്. ഇവിടുന്ന് അങ്ങ് അറ്റം വരെ ഉണ്ട്, അറ്റം വരെ വെയിലും കൊണ്ട് നടക്കും. കപ്പിൾസിനെ കൊണ്ടുവരുന്നവർക്കാണെങ്കിൽ ജസ്റ്റ് കൈയും പിടിച്ചിങ്ങനെ റൊമാൻസ് ആയിട്ട് പോയി നടക്കാം. എന്നെ കൊണ്ട് ഇങ്ങനത്തെ ചെറിയ ചെറിയ ടിപ്സൊക്കെ പറഞ്ഞുതരാം. ആർക്കെങ്കിലും അറിഞ്ഞുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ കേട്ടോ. ബൈ. അങ്ങനെ പിന്നെ നമ്മൾ നേരെ വണ്ടി തിരിച്ച് നേരെ പൂജപ്പരയിലോട്ട് പോയി. അങ്ങനെ പൂജപ്പര എത്തിയപ്പോൾ നമ്മളെ ചങ്ക് ഫോളോവറിനെ കണ്ട് അവൻ അങ്ങോട്ട് പോയ വഴിക്ക് എന്നെ കണ്ട് വണ്ടി തിരിച്ച് വന്ന് കുറേ നേരം സംസാരിച്ച്. പിന്നെ എന്ത് പറയാൻ, ഇതൊക്കെയല്ലേ നമ്മുടെ ഹാപ്പിനെസ് എന്ന് വെച്ചാൽ നമ്മളൊരു വീഡിയോ ഇട്ട് കുറച്ച് പേര് അറിഞ്ഞു എന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ ഗൈസ്, അത് പറഞ്ഞറിയിക്കാൻ പറ്റത്താണ്. പക്ഷെ അതേപോലെ നിങ്ങൾ നമ്മളെ സ്നേഹിക്കുന്നുമുണ്ട് എന്ന് വെച്ചാൽ നിങ്ങളുടെ സ്നേഹത്തിൽ വന്ന് സംസാരിക്കപ്പോഴും നിങ്ങളെ പെരുമാറ്റം കാണപ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പിനെസ് ആണ്, ഒന്നും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഗൈസ്. പിള്ളേർക്ക് അടുത്തിട്ടറിയാം, പക്ഷെ എന്ത് അറിഞ്ഞൂടാ. എന്റെ ഐഡി കൂടെ ഫോളോ ചെയ്തേക്കണേ. എന്റെ പേരറിയാവോ? ദി നെയിം ഈസ് നന്ദു. ഫോണുണ്ടോ കയ്യില്? ഫോണുണ്ടോ നിങ്ങളെ? ഫോൺ എന്നെ അറിയാം. നിങ്ങളാരും കണ്ടിട്ടില്ല എന്റെ വീഡിയോസ്? ഞാൻ സ്ട്രീറ്റ് വീഡിയോഗ്രാഫി ഒക്കെ ചെയ്യും. ഇനി ഫോളോ ചെയ്തേക്കണേ. എന്നിട്ട് ഞാൻ പോവാ അൺഫോളോ അടിച്ച് കളയല്ലേ കൂടെ കിട്ടണം കേട്ടോ. എല്ലാരും എന്റെ അമ്മയുടെയോ അച്ഛൻ്റെയോ ആരെങ്കിലും ഇല്ലേ? എനിക്ക് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാരും. ജിയോ എന്ത് വേണം എനക്ക്? എനിക്ക് ഏത് ഫോണോ? പെണ്ണാ വേണ്ട. നിങ്ങൾ എത്രയല്ലടാ പഠിക്കണേ? ചെക്കന്മാർ പവറാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വണ്ടി എടുത്ത് വീട്ടിൽ വന്നിട്ട് ഫുഡ് കഴിച്ച് നേരെ അർജുന റീൽ എടുക്കാൻ വേണ്ടി തിരിച്ച് നമ്മൾ നേരെ കാട്ടകട പോയി. കാട്ടകട നമ്മളെ വിസ്മയ ഹോട്ടലുണ്ടല്ലോ, അവിടെ വെച്ച് റീൽ എടുക്കാൻ വേണ്ടിയാണ് നിന്നത്. അപ്പോൾ അത് കൊള്ളില്ലാത്തതുകൊണ്ട് നമ്മൾ നേരെ തിയേറ്ററിൽ പോയി. കാട്ടകട അപ്പുറത്തൊരു തിയേറ്റർ ഉണ്ട്. അപ്പോൾ അവിടെ ക്യാമറ ഉണ്ട്. നമ്മൾ ഹെൽമെറ്റ് എടുത്തില്ല, അതുകൊണ്ട് പെറ്റി കിട്ടുന്നു പേടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്ത് ക്യാമറയെ പിറകിൽ കൊണ്ട് വണ്ടി വെച്ച് നമ്മൾ നടക്കാൻ തുടങ്ങി. നടന്ന് വരുന്ന വഴിക്ക് നമ്മൾ 2-3 ഫോളോസിനെ കണ്ട് സംസാരിച്ച് സെൽഫിയൊക്കെ എടുത്തിട്ട് വേണ്ടി നമ്മൾ അനന്തുവിൻ്റെ ഡാൻസ് കളിക്കാൻ വേണ്ടി പോയി. ഗൈസ് അങ്ങനെ ഇവിടെ ഡാൻസ് പ്രാക്ടീസ് ഒക്കെ നടക്കുകയാണ്. സംഭവം ഒരു അബദ്ധം പറ്റി. അവന് നേരത്തെ ഒരു അബദ്ധം പറ്റി, എനിക്ക് വീണ്ടും ഒരു അബദ്ധം പറ്റി. സംഭവം എന്താ അറിയാമോ, ഇപ്പം ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ റെക്കോർഡ് ഓണാക്കില്ല, വെച്ച് തത്തിരിക്കുന്നു. പാവം എന്നിട്ട് പാ ഞങ്ങൾ കളിക്കാം. റെക്കോർഡ് ഓണൊക്കെ പറഞ്ഞു. ഈ നിമിഷത്തിൽ നിനക്ക് എന്താണ് പറയട്ടെ? ഈ നിമിഷത്തിൽ നിനക്ക് എന്താണ് പറയട്ടെ? കുഴപ്പമില്ല ഗൈസ്, ഇടയ്ക്ക് ഇങ്ങനെ തളരണം കളിച്ച്, എന്നാലേ നമുക്ക് ആരോഗ്യം കിട്ടുള്ളൂ, പവർ. ബൈ ഗൈസ്. അങ്ങനെയാണിത് കളിച്ച് ക്ഷീണിച്ച് എല്ലാം കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇന്നത്തെ ചെറിയ വ്ളോഗ് തീർന്നിരിക്കുന്നു ഗൈസ്. ഇനി തീർന്നില്ല, ഇനി കുറച്ച് പരിപാടികളുണ്ട്. എനിക്ക് കോവിലി പോകണം, ഞാൻ കാവടിയാണ്, അങ്ങനെ മാറിയിട്ടിട്ടുണ്ട്. അപ്പോൾ കോവിലി പേര് നമസ്കാരങ്ങളൊക്കെ ഉണ്ട്, നമസ്കാരവും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ഞാൻ എടുക്കുന്നില്ല. അപ്പം ബൈ. അപ്പം ഈ വ്ളോഗ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു അല്ലേ ഗൈസ്. അങ്ങനെ നമ്മൾ വ്ളോഗ് അവസാനിച്ച് പോണ വഴിക്ക് നമ്മളെ കുഞ്ഞ് ഫോളോവറിനെ കണ്ട് അവൻ ഇടയ്ക്കിടയ്ക്ക് തലയിട്ട് നോക്കി. എനിക്ക് മനസ്സിലായി കാര്യം നമ്മളെ ഫോളോവറാണെന്ന്. പിന്നെ പോയി സംസാരിച്ച് അടുത്ത പോണ വഴിക്ക് അടുത്ത ഫോളോവറിനെ കണ്ട് അവനോട് സംസാരിച്ച് ആ വീഡിയോ ഞാൻ ഈ ക്ലിപ്പിലിട്ടേക്കാം കേട്ടോ. ആണോ? എവിടെ വീടെടുക്കാൻ വേണം അവന്. പേരെന്താ പറഞ്ഞ ജിബിനാ? എന്താണ് ഹെൽമെറ്റ് എടുത്തില്ലടാ മറന്ന്. ഗൈസ് അങ്ങനെ ഞങ്ങളെ വ്ളോഗ് അവസാനിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഞാനൊന്ന് ഫോളോ ചെയ്തേക്കണേ.